സഞ്ജുവും സൂര്യയും ഓസ്ട്രേലിയയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. BCCIയുടെ പുതിയ തീരുമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കാൻ വേണ്ടിയാണ് സഞ്ജുവിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. BCCIയെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ടെസ്റ്റ് വലിയൊരു സീരീസാണ്. അതിൽ പരമ്പര നേടിയാൽ അത് ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. മാത്രമല്ല, ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്തണമെങ്കിൽ ഈ ഒരു സീരീസ് ഇന്ത്യ നേടണം. 5 ടെസ്റ്റിലെ 4 ഇന്ത്യ ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ഇൻട്രാസ്കോഡ് മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അതുപോലെ തന്നെ രാഹുലിനും പരിക്കേറ്റു. രാഹുലിൻ്റെ കൈക്കാണ് പരിക്കേറ്റത്. ശുഭ്മാൻ ഗില്ല് നേരത്തെ പരിക്ക് പറ്റി ടീമിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യത്തെ ടെസ്റ്റിൽ കളിക്കില്ല. രോഹിത്തിന് മകൻ ജനിച്ചതുകൊണ്ട് രോഹിത് മാറി നിൽക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യക്ക് തലവേദനയായിരിക്കുകയാണ്. രോഹിത് ശർമ്മ, കോഹ്ലി, രാഹുൽ, ഗില്ല് തുടങ്ങിയ താരങ്ങൾ കളിക്കില്ല. ഇതുകൊണ്ട് BCCI T20 കളിച്ച നല്ല താരങ്ങളെ ടെസ്റ്റിലേക്ക് എടുക്കാൻ പോവുകയാണ്. ബാക്കപ്പായിട്ട് ടീമിൽ നിൽക്കാനാണ് ഇവരെടുക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജു, സൂര്യ, റിങ്കു സിംഗ് ഇവരെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്കാണ് BCCI കാണുന്നത്. ജയ്സ്വാളിനൊപ്പം ഓപ്പൺ ചെയ്യാൻ ശുഭ്മാൻ ഗിൽ ഇല്ല. അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ഇല്ല. ഇനി രാഹുലിനെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കാൻ റെഡിയായാലും രാഹുലിനെ പരിക്കാണ്. അതുകൊണ്ട് ജയ്സ്വാൾ, സഞ്ജു ഈ കോംബോ പരീക്ഷിക്കാനാണ് BCCIയുടെ പദ്ധതി. അതുപോലെ സൂര്യകുമാറിനെയും ടീമിൽ എടുക്കുകയാണ്. ഗംഭീറാണ് ഇപ്പോൾ ഇക്കാര്യം BCCIയുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനിയൊരു പക്ഷേ സഞ്ജുവിനെയും സൂര്യയെയും ടെസ്റ്റിലെടുത്താൽ സഞ്ജുവിൻ്റെ മറ്റൊരു വെടിക്കെട്ട് കാണാൻ സാധിക്കും. T20യിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിൽ സഞ്ജു ഡബിൾ സെഞ്ചുറി വരെ അടിക്കുമെന്നത് ഉറപ്പാണ്. ഓസ്ട്രേലിയൻ പിച്ചായാലും ഇന്ത്യൻ പിച്ചായാലും സഞ്ജുവിന് ഒരുപോലെയാണ്. സഞ്ജു അത് സൗത്ത് ആഫ്രിക്കയുമായിട്ട് തെളിയിച്ചതാണ്. ഇനി നമുക്ക് സഞ്ജുവിൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.